नमस्ते बच्चों, सबको स्वागत है शिजी की क्लासरूम में। तो पिछले क्लास में हमने पढ़ा था कि गुलमोहर का जन्मदिन क्यों मना रहा है ना। मीना ने वो कहानी उनके दोस्तों से कही कि वो दो गुलमोहर थे, एक पीले और एक लाल रंग वाले। पीले रंग में फूल आ गए लेकिन लाल में फूल नहीं आए, तो माँ उसे कटवाने जा रहे थे, लेकिन मीना ने उसे रोका और उसे चुपके चुपके पानी देते आ रहे थे और फिर भी फूल नहीं निकला। मीना उदास हो गई। माँ ने कहा माली से इसे कटवा दो, लेकिन कटवाने के दिन उस लाल गुलमोहर से लाल लाल फूल आ गए, है ना। तो आगे देखें वहां क्या हो रहा है। हाँ, पेड़ होगी ही नहीं। दूसरे दिन सुबह माँ मुझे जागते हुए बोली, मीना मीना उठो उठो, तुम्हें कुछ दिखाऊं, जरा गुलमोहर का देखो। कहा क्या? मैं आंखें मलते हुए देखने लगी। ध्यान से देखो, गुलमोहर के पत्तों के बीच फूल, गुलमोहर पर फूल आए हैं। मैं खुशी से नाचने लगी। देखो देखो माँ, मैं कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे, मैं बोली। पहली बार आए 5-6 लाल फूल हरे हरे पत्तों में से झांक रहे थे। कितने सुंदर लग रहे थे। मैं भाग कर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई। कितनी अच्छी बात हुई, इस बेचारे पर फूल आ गए, निर्मल बोली। हाँ, मीना बोली। फिर माँ भी बगीचे में आ गई। मैंने माँ से कहा, माँ मैं अपने गुलमोहर की 5वीं वर्षगांठ मनाऊंगी, मैं अपनी सहेलियों को दावत दूंगी। माँ ने खुश होकर कहा, ज़रूर, यही गुलमोहर की छाया में दावत करो, अपनी सब सहेलियों के बुलाओ। मीना जब कहानी सुना चुकी तो उसने गुलमोहर की तरफ देखा। उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था। तो क्वेश्चंस देखो, മീന ക്യോം സാരേ ദിൻ ഉദാസ് രഹി, എന്തുകൊണ്ടാണ് മീന ദിവസം മുഴുവൻ ഉദാസിയായിട്ടിരുന്നത്? അഗ്ലി സുബഹ മാനെ ഉസെ ക്യാ ദിഖായ, പിറ്റേ ദിവസം അമ്മ എന്താണ് അവളെ കാട്ടിയത്? മീന ക്യോം ഗുൽമോഹർ കെ ജന്മദിൻ മനാനെ കാ നിശ്ചയ കിയ, എന്തുകൊണ്ടാണ് മീന ഗുൽമോഹറിന്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചത്? जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था, गुलमोहर के विचार क्या क्या होंगे? തൻ്റെ കഥ കേട്ട് ഗുൽമോഹർ ഇരുന്ന് ചിരിക്കുന്ന പോലെ തോന്നി. ഗുൽമോഹർ എന്തൊക്കെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? എഴുതി അയക്കണേ, മറക്കല്ലേ. तो देखो विश्लेषण, मैं सारे दिन बहुत उदास रही, ഞാൻ ദിവസം മുഴുവനും ഭയങ്കര സങ്കടത്തിലിരുന്നു. കൽ तो मेरे प्यारे पेड़ होगी ही नहीं, നാളെ എൻ്റെ ഈ മരം ഉണ്ടാവില്ലല്ലോ, അമ്മ അത് മുറിച്ച് കളയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. दूसरे दिन सुबह माँ मुझे जागते हुए बोली, പിറ്റേ ദിവസം അമ്മ എന്നെ ഉറക്കത്തിൽ നിന്ന് കുലുക്കി വിളിച്ചിട്ട് പറഞ്ഞു, മീന മീന ഉഠോ ഉഠോ, തുമേ കുച്ച് ദിഖാവും. മീന മോളെ എണീറ്റത്, നിന്നെ ഒരു സാധനം കാണിക്കാം. ജര ഗുൽമോഹർ കോ ദേഖോ, നീ നിന്റെ വാഗയൊന്ന് നോക്കിക്കേ. കഹാ ക്യാ, എവിടെ, എന്താ? മേ ആഖേ മൽത്തെ ഹുയെ ദേഖ്നെ ലഗി, ഞാൻ കണ്ണിങ്ങനെ വലിച്ചു തുറന്നു നോക്കി. ധ്യാൻ സേ ദേഖോ ഗുൽമോഹർ കെ പത്തോം കെ ബീച്ച്, നീ നല്ല ശ്രദ്ധിച്ചു നോക്കിയേ, ആ ഗുൽമോഹറിൻ്റെ ഇലകൾക്കിടയിൽ ഫൂൽ, ഗുൽമോഹർ പർ ഫൂൽ ആയേ ഹെ. ആഹാ, നല്ല ചുവന്ന പൂക്കൾ, ഗുൽമോഹറിൽ നല്ല സുന്ദരം പൂക്കൾ വന്നല്ലോ. മേ ഖുഷി സേ നാച്നെ ലഗി, ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദേഖോ ദേഖോ മാ, മേ कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे. കണ്ടോ കണ്ടോ അമ്മേ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ വേനലിൽ എൻ്റെ ഗുൽമോഹർ പൂക്കുമെന്ന്? മേ ബോലി. ആര്? മീന പറഞ്ഞു. पहली बार आए 5 लाल फूल हरे हरे पत्तों में से झांक रहे थे. ആദ്യമായി കണ്ണുമിഴിച്ച ഒരു 5-6 പൂക്കൾ ആ ഹരേ ഹരേ പത്തോം സെ, പച്ച നിറത്തിലുള്ള ആ ഇലകൾക്കിടയിൽ നിന്ന് താഴോട്ട് മീനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. കിത്തനെ സുന്ദർ ലഗ് രഹേ ഥേ, എന്തു ഭംഗിയായിരുന്നു അവയെ കാണാൻ. മേ ഭാഗ് കർ നീച്ചെ ബഗീച്ചെ മേ ഗയി, ഞാൻ ഓടി നേരെ ആ തോട്ടത്തിലേക്ക് ചെന്നു. ഓർ ഗുൽമോഹർ കെ പേട് സെ ലിപട്ട് ഗയി, എൻ്റെ ഗുൽമോഹറിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. കിത്തനെ അച്ഛി ബാത്ത് ഹുയി, എന്ത് നല്ല കാര്യമാണ്. ഇസ് ബേച്ചാരെ പർ ഫൂലാകെ, നിർമ്മൽ ബോലി. ഓഹ്, നല്ല കാര്യം, ഇതിൽ പൂ വന്നല്ലോ, അല്ലെ ഈ പാവം പിടിച്ചതിന് ഇപ്പം വെട്ടിക്കളയുമായിരുന്നല്ലോ. ഹാ, മീന ബോലി. ഫിർ മാ ഭി ബഗീച്ചെ മേ ആ ഗയി, പിന്നെ അമ്മയും വന്നു പൂന്തോട്ടത്തിലേക്ക്. मैंने माँ से कहा, ഞാൻ അമ്മയോട് പറഞ്ഞു, മാ मैं अपने गुलमोहर की 5वीं वर्षगांठ मनाऊंगी, അമ്മേ ഞാൻ എൻ്റെ വാഗമരത്തിൻ്റെ 5th ബർത്ത്ഡേ ആഘോഷിക്കും.
मैं अपनी सहेलियों को दावत दूंगी. ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഡിന്നർ കൊടുക്കും, അവർക്ക് സദ്യ കൊടുക്കും. മാനെ ഖുഷ് ഹോക്കർ കഹ, അമ്മ സന്തോഷത്തോടുകൂടി പറഞ്ഞു. ജരൂർ യഹി ഗുൽമോഹർ കി ഛായാമേ ദാവത് കരോ, ദാ ഇവിടെ ഈ ഗുൽമോഹറിൻ്റെ തണലത്തിരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, സദ്യ കഴിക്കൂ, ആഘോഷിക്കൂ. അപ്നി സബ് സഹേലിയോं को बुलाओ, നിൻ്റെ എല്ലാ കൂട്ടുകാരെയും വിളിക്ക്. മീന ജബ് കഹാനി സുനാ ചുക്കി തോ ഉസ്നെ ഗുൽമോഹർ കി തർഫ് ദേഖ. കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് മീന ഗുൽമോഹറിനെ നോക്കി. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रही है. മീനയ്ക്ക് തോന്നി തൻ്റെ കഥ കേട്ട് ഗുൽമോഹറും അങ്ങ് ചിരിക്കുകയാണെന്ന് മീനയ്ക്ക് തോന്നി. മിസ്സിനറിയാം മക്കളെല്ലാവരും കഠിൻ ശബ്ദ നേരത്തെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്, ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നറിയാം. അപ്പോൾ അത് ടെക്സ്റ്റിൻ്റെ മേളിലോട്ട് എഴുതണം, അതിൻ്റെ ഫോട്ടോ കൂടെ എനിക്കെടുത്ത് അയക്കണം. ഇനി കുറച്ച് ഹോംവർക്ക്സ് ഉണ്ട്. പന്ന സംഖ്യ 17 पहला और दूसरा. देखो वहाँ 2 प्रश्न है पन्ना संख्या 17 में. वो है, एक तो है मैं तुम्हें सारी कहानी बता दूंगी, अच्छा ज़रूर आऊँगी. दूंगी और आऊँगी, तो उसमें अंत होने वाले शब्द यानी कि वाक्य चुनकर लिखो. दूसरा है वहाँ कुछ है, पेड़ लगाने, गुलमोहर लगाओ, लग लग सहायक क्रिया आने वाले सब वाक्यों को छांट कर लिखना. ലഗ് വരുന്ന സെൻറ്റൻസുകൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് എഴുതുക. ഇനി ദൂസര ദേഖോ വിശേഷൺ. എന്താണ് വിശേഷണം എന്ന് പഠിക്കാൻ പോവാണ് നമ്മൾ. കോമൾ കോമൾ പത്യം വാലെ एक സുന്ദർ വൃക്ഷ, നല്ല സുന്ദരമായ നനുത്ത ഇലകളുള്ള ഒരു സുന്ദരമായ വൃക്ഷം. അപ്പം ആ പത്തിയോം കി വിശേഷത ബത്താ ഹെ കോമൾ കോമൾ. ആ ഇലകളുടെ വിശേഷതയാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് കാണിക്കുന്നത് കോമൾ കോമൾ എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, വിശേഷൺ എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വാക്കിൻ്റെ വിശേഷത കാണിക്കാൻ അതിൻ്റെ മുമ്പിൽ ചേർക്കുന്ന ശബ്ദങ്ങൾക്കാണ് വിശേഷൺ എന്ന് പറയുന്നത്. നോക്കിയേ, സംജ്ഞായ സർവനാം കെ വിശേഷത ബത്താനെ വാലെ ശബ്ദ കോ വിശേഷൺ कहते हैं. സംജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ വിശേഷത, അതിൻ്റെ സ്പെഷ്യാലിറ്റി കാണിക്കാൻ യൂസ് ചെയ്യുന്ന ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് വിശേഷൺ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പന്ന സംഖ്യ 18 में एक गृहकार्य है, उसे करना. और देखो पन्ना संख्या 18 के 1 2 3 4 प्रश्न है, उस 4 का भी उत्तर लिखकर मुझे भेज देना. पिनियो पन्ना संख्या 19 के पहला प्रश्न, അതിൻ്റെ പന്ന സംഖ്യ 19 അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പേഡോംസെ ലാബ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ 6ാം ക്ലാസ്സിൽ എഴുതിയിട്ടുള്ളതാണ് ലഘുലേഖായിട്ട് ആണല്ലോ. തൂസി പ്രകാർ പേഡോംസെ ലാബ്, മരങ്ങളിൽ നിന്നുള്ള പ്രയോജനങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ലേഖനം എഴുതി എനിക്ക് അയക്കണം. ഒരു പാരഗ്രാഫ്, കൂടിപ്പോയ 6 സെൻറ്റൻസ് അത്രയും എഴുതി എനിക്ക് ഒന്ന് അയച്ച് തരണം. ഇനിയൊരു സാധനം കൂടെ ഉണ്ട്, പത്ര തയ്യാർ കരയും. നിങ്ങൾക്ക് ലെറ്റർ ഉണ്ടാക്കാൻ അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് 6th ഇതിനകത്താണെങ്കിലോ ഗുൽമോഹറിൻ്റെ ആദ്യ ഭാഗം നമ്മളൊരു ലെറ്ററാണ് കണ്ടത് അല്ലേ. ആരാണ്? മീന നിർമ്മലിന് എഴുതിയ ലെറ്ററാണ് നമ്മൾ കണ്ടത്. ഇവിടെ നോക്കിയേ, ഇവിടെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേഖോ മീനാക്കി സഹേലിയൻ ജന്മദിൻ മനാനെ ആയതിലേക്ക് അപർണ നഹി ആസകി, അപർണയ്ക്ക് വരാൻ പറ്റിയില്ല. ജന്മദിന സമാരോഹമൊക്കെ വിവരം ദേത്തെ ഹുയി നിർമ്മലിനെ അപർണക്കോ പത്ര ലിഖ. ഹാപ്പി ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നിർമ്മൽ അപർണയ്ക്ക് ലെറ്റർ എഴുതി, ആ ലെറ്ററിനെ കുറിച്ച് എഴുതാൻ. അപ്പം നിർമ്മൽ എന്തൊക്കെയായിരിക്കും അപർണയോട് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ മീനയുടെ വീട്ടിൽ ചെന്നു, അവിടെ ഒരു ഗുൽമോഹറിൻ്റെ ആയിരുന്നു ജന്മദിനം, അത് രസമുള്ളൊരു കഥയായിരുന്നു. ആ ഗുൽമോഹറിനെ വെട്ടിക്കളയാൻ പോയതായിരുന്നു, 5 വർഷമായിട്ട് അതിൽ പൂവില്ലായിരുന്നു, അവസാനം അത് പൂ വന്നതിൻ്റെ സന്തോഷത്തിലാണ് മീന നമുക്ക് ജന്മദിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചത്. അതിനാണ് നമ്മളെ വിളിച്ചത്. ദാവത്തൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു. ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചതാണ്. അവരെല്ലാവരും ഉണ്ടായിരുന്നു, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ആ ലെറ്റർ നിങ്ങളുടെ അസൈൻമെൻ്റ് ആണ്, ആ അസൈൻമെൻ്റ് എഴുതി എനിക്ക് അയക്കണം. गुलमोहर के कहानी पढ़े हम और वहाँ के कुछ ग्रामर पोर्शन पढ़े हैं, व्याकरण पढ़े हैं. तो व्याकरण के विस्तार रूप से पाठ हम अपने ऑनलाइन क्लास में करेंगे. तब तक के लिए अलविदा, नमस्ते, इट्स बाय फ्रॉम सिटीज क्लासरूम.